എന്താണ് സ്വബർ എന്ന് പറഞ്ഞാൽ, ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിന് അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ഡിതന്മാർ നിർവചിച്ചത് ഹബ്സുൻ നഫ്സി അലൽ ജസ്ഇ. നിരാശ ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനെ പിടിച്ചു വെക്കുക, ആത്മാവിനെ പിടിച്ചു വെക്കുന്നതാണ് സ്വബർ എന്ന് പറയുന്നത്. മാത്രമല്ല ഹബ്സുൽ ലിസാനി അനി തഷ്കി, പിന്നെ പരാതികൾ പറയുന്നതിൽ നിന്ന്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ പരാതികൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അറിയിച്ച ആളുകളോട് പരാതി പറഞ്ഞു നടക്കുക, അള്ളാഹുവിനോട് പരാതികൾ പറഞ്ഞു നടക്കുന്നതിൽ നിന്ന് നാവിനെ പിടിച്ചു നിർത്തലാണ് സ്വബർ എന്ന് പറയുന്നത്. ഹബ്സുൽ ജവാരിഹി അനിൽ മആസി, മാത്രമല്ല തെറ്റുകളിൽ നിന്ന്, ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്ന്, മോശത്തരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നെ നമ്മുടെ അവയവങ്ങളെ പിടിച്ചു നിർത്തലും ക്ഷമ എന്നാണ് പിന്നെ പണ്ഡിതന്മാർ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സ്വബർ എന്ന് പറഞ്ഞാൽ. അതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ ഇന്ന സ്വബറ മിനൽ ഈമാൻ. സ്വബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് സ്വബർ ഉണ്ടാവുക എന്നുള്ളത്. ബിമൻസിലത്തി റഅ്സി മിനൽ ജസദി, ഒരു ശരീരത്തിൻ്റെ പിന്നെ എത്രയധികം അനിവാര്യമാണോ ശരീരത്തിൻ്റെ തല എന്നുള്ളത്, അതുപോലെ ഈമാനിൻ്റെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്വബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്. തലയില്ലെങ്കിൽ ആ ശരീരം കൊണ്ടൊരു കാര്യമില്ല, തലയില്ലാത്ത ശരീരത്തിന് ജീവനില്ല എന്നതുപോലെ ക്ഷമയില്ലാത്ത ഈമാനിന് ജീവനുണ്ടാകില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഒരല്പം ഗൗരവത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ട് പറയാണ്, അലാ ലാ ഈമാന ലിമൻ ലാ സ്വബ്റ ലഹു, തീർച്ചയായും ക്ഷമയില്ലാത്തവന് ഈമാനില്ല, ക്ഷമയില്ലാത്ത ഒരുത്തൻ്റെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാകില്ല എന്ന് തീർത്തും പറയുകയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു.